നമസ്കാരം. കേന്ദ്രവുമായുള്ള നിയമ പോരാട്ടത്തിൽ ആദ്യ ജയം കേരളത്തിന്. 13,608 കോടി കടമെടുക്കാൻ കേസ് പിൻവലിക്കണമെന്ന നിബന്ധന പറ്റില്ലെന്ന് കോടതി നിലപാടെടുത്തതോടെ അടുത്ത ചൊവ്വാഴ്ച ഈ തുക ഖജനാവിലെത്തും. ഇതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രഷറി സ്തംഭിക്കുക എന്ന അപൂർവ പ്രതിസന്ധിയിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു. കേരളത്തിന് കടമെടുക്കാവുന്ന ബാക്കി തുക സംബന്ധിച്ച് ഉടനടി ചർച്ച നടത്തി ധാരണയിലെത്താൻ കോടതി നിർദ്ദേശിച്ചു. ഭരണഘടനയുടെ 131 അനുച്ഛേദമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ കേസ് നടത്താനുള്ള അവകാശമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കേന്ദ്രത്തിന് പ്രഹരമോ? സംസ്ഥാനത്തിന്റെ അവകാശം സംരക്ഷിക്കപ്പെട്ടോ? ധനപ്രതിസന്ധി തീരുമോ? ഫെഡറലിസത്തിന് പരിരക്ഷയോ? ഈ ചർച്ചയിൽ ശ്രീ എ സമ്പത്ത് CPM, ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നോക്കൂ, നേരത്തെ എടുത്തിട്ടുള്ള സമീപനം എന്താണ്? കേന്ദ്രം കേരളത്തിന് തരാനുള്ളതൊക്കെ തന്നിട്ടുണ്ട്, ഞങ്ങളൊന്നും തടഞ്ഞു വെക്കുന്നില്ല. ഇതാ ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആദ്യ റൗണ്ട് ചർച്ചയിൽ തന്നെ 13,000 ചില്ലറ കോടി രൂപ കടമെടുക്കാൻ ഞങ്ങൾ അനുവദിക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ അടുത്ത 15,000 കോടിക്ക് വേണ്ടിയുള്ള ചർച്ച അടുത്ത ദിവസം നടക്കാനും പോവുകയാണ്. അപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, തരാനുള്ളതൊക്കെ തന്നിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനൊരു കേസും അതിലിങ്ങനൊരു കോടതി ഇടപെടലോ ഒന്നും വേണ്ടി വരില്ലായിരുന്നല്ലോ. ാണോന്ന് എനിക്കറിയില്ല. സുപ്രീം കോടതി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അപ്പോൾ കേന്ദ്രം പറഞ്ഞു ശരി, 13,609 കോടി രൂപ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന്, കാരണം ഓൾറെഡി ഇത് മാർച്ച് മാസമാണ്, ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് 5,000 കോടിയും പിന്നെ 3-4 ഘടനകളിലുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാനുള്ളത് ചിലത്. ഇപ്പം ഉദാഹരണം KSEBയുടെ പണം അതിൻ്റെ മീറ്റർ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മീറ്റർ വെക്കാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പം അങ്ങനത്തെ ചില ഉപവകുപ്പുകളുടെ കടം കൊടുക്കേണ്ട തുകയനുസരിച്ച് 13,609 കോടിയുണ്ട്. ഈ 13,609 കോടി രൂപ ഞങ്ങൾ കൊടുക്കാം. ഇത് കേന്ദ്രം സംസ്ഥാനവും തമ്മിലുള്ള ചർച്ച ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളതിന് തയ്യാറാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. പക്ഷേ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. ആ ഉപാധി സ്വാഭാവികമാണ്, കാരണം ഇത് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കീഴ്വഴക്കമാകാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ചർച്ച ചെയ്യാം, പക്ഷേ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പിൻവലിച്ചില്ല. സംസ്ഥാന ഗവൺമെൻറ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പറഞ്ഞിരുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും മൈക്ക് കെട്ടി പ്രഖ്യാപിച്ചിരുന്നത്, നിയമസഭയിൽ പറഞ്ഞിരുന്നത്, തെരുവീതികളിൽ പറഞ്ഞിരുന്നത് 57,400 കോടി രൂപ കിട്ടാനുണ്ട്. അല്ല, ഈ 57,400 വേണ്ടിയിട്ടല്ല കേസ്. ഇത് ചോദ്യം 57,400 വേണ്ടിയല്ല കേസ് എന്തിനാണെന്നുള്ളത് താങ്കൾക്ക് അറിയാലോ. ഇവിടെയുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? താങ്കൾ പറഞ്ഞു 13,609 കോടിയുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. ഈ 13,609 കോടി കേരളത്തിന് കിട്ടേണ്ട എന്ന് പറഞ്ഞാൽ വായ്പയായി കേരളത്തിന് കിട്ടേണ്ട പണമാണ്, കേരളത്തിന് അർഹതപ്പെട്ട, കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. അത് തരാൻ കേന്ദ്രം ഒരു നിബന്ധന വെച്ചുവല്ലോ, ഈ കേസ് നിങ്ങൾ പിൻവലിക്കുമെന്ന്. എന്നിട്ട് ഇപ്പൊ താങ്കൾ പറയുന്നത് സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. അങ്ങനെ ഒരു കവിയേറ്റ് വെക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കേസ് കേൾക്കാൻ അവകാശമില്ലേ എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് അറ്റോർണി ജനറലിനോട് ചോദിച്ചു. കാരണം ആർട്ടിക്കിൾ 131 അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള കേസുകൾ, അത് 2 കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള കേസാണ്. അതുകൊണ്ട് നിങ്ങൾ ഇമാതിരി നിബന്ധനകളൊന്നും വെക്കേണ്ട എന്ന് കേന്ദ്രത്തോട് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ പണം കിട്ടുന്നത്. അങ്ങനെയല്ലാന്ന്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചർച്ച ചെയ്യപ്പെട്ടു. നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ കേസ് കൊടുത്തത് എന്തിനാന്ന്. കേസ് കൊടുത്തത് 50,000 കോടി രൂപ കടമെടുക്കാനാണ്. 50,000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തത്. നിങ്ങൾ ആ കേസ് വായിച്ചു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ 50,000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടി കൊടുത്ത കേസ് 57,400 കോടി രൂപ കിട്ടാനുണ്ട്. ഏത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുണ്ട്. ഞങ്ങൾ സുപ്രീം കോടതി പോവും. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞത് 57,400 കോടി രൂപ കിട്ടാനില്ല, അതിന് നിങ്ങൾ സുപ്രീം കോടതി പോയാൽ നിങ്ങൾക്കൊരു കാര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ 57,400 ഞാനൊരൊറ്റ കാര്യം ചോദിക്കാം, 57,400 കിട്ടാനില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പായല്ലോ. അതെന്തായാലും ഉറപ്പായി, ഞാനത് മാറ്റി വെക്കാം. രണ്ടാമത്തെ കാര്യം, 50,000 കോടി കടമെടുക്കണം എന്ന് പറഞ്ഞാൽ പോയത്. ഇവർ 50,000 കോടി കടമെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കൊടുത്തത്.
അപ്പോഴാണ് ഇത് ചർച്ച ചെയ്യാൻ പറഞ്ഞത്. ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് കൊടുക്കേണ്ടത് ഈ മാർച്ച് മാസം വരെ കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് ഉണ്ട്. അതിൽ 5000 കോടി പ്ലസ് ചില ഹെഡിൽ കൊടുക്കാനുള്ള പണം. ആ പണം കൂട്ടി 13,609 കോടി രൂപ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാം. ഈ 13,609 കോടി രൂപ എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞൊന്നുമല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതാ. ഈ 16,609 കോടി രൂപ കൊടുക്കാം, പ്രൊവൈഡഡ് നിങ്ങൾ കേസ് പിൻവലിക്കണം. അപ്പോൾ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, സുപ്രീം കോടതി പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ കേസ് പിൻവലിക്കണമെന്ന് പറയുന്നത്? കാരണം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആവലാതി ഉണ്ടെങ്കിൽ ആ ആവലാതി ബോധിപ്പിക്കേണ്ട സ്ഥലമാണ് സുപ്രീം കോടതി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വളരെ നിബന്ധനകൾ വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വളരെ പാസീവായിട്ട് ശരി സുപ്രീം കോടതി പറയുന്ന നിബന്ധനകൾ വെക്കുന്നില്ല, ഞങ്ങൾ ആ പൈസ കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ആ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള 13,609 കോടി രൂപ കൊടുക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചത്, കൊടുത്തതിനെ കേന്ദ്രത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടേ? അല്ല, അങ്ങനെ അഭിലാഷ് മോഹൻ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടേ? അത് ശ്രീ ഗോപാലകൃഷ്ണൻ അങ്ങനല്ലേ? അതല്ലേ എന്റെ കൃത്യത. നിയമപരമായിട്ട് അങ്ങനെയാ വേണ്ടേ? ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട, ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നമുക്ക് എൻടൈറ്റിൽഡ് ആയിട്ടുള്ള തുക കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോകേണ്ട കാര്യം എന്താ? അത് അല്ലാതെ തന്നെ കൊടുക്കേണ്ട തുകയല്ലേ? ഇതിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്വാസം മുട്ടിക്കുക, എന്നിട്ട് സംസ്ഥാനം കോടതിയിൽ പോവാ. അത് ഈ കിട്ടാനുള്ള തുക കിട്ടാൻ വേണ്ടി കോടതിയിൽ പോകേണ്ട കാര്യം എന്താ? അത് ഒഴിവാക്കണ്ടേ? നമ്മളെല്ലാം ഒരു രാജ്യത്തെ പൗരന്മാരല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? നിങ്ങൾ എന്താ പറയുന്നത്? വീണ്ടും നിങ്ങൾ കേരളം ശ്രീലങ്കയിലൊന്നും അല്ലല്ലോ, ഇന്ത്യയിലല്ലേ? വീണ്ടും തെറ്റു പറയുന്നത് എന്താ? കോടതി പോയി നിങ്ങൾ വീണ്ടും തെറ്റു പറയല്ലേ അഭിലാഷ് മോഹനെ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. 13,609 കോടിക്ക് വേണ്ടി അല്ല കോടതി പോയത്. അല്ല, 50,000 കോടി പോയത്. വെള്ളിയാഴ്ച അടുത്ത ചർച്ചയാണ്. കേന്ദ്രവും സംസ്ഥാനവും സെക്രട്ടറി തല ചർച്ച നടത്താൻ കോടതി നിർദ്ദേശിച്ചു. അപ്പൊ ഈ 13,609 കോടി ഇപ്പൊ തന്നു, ബാക്കി 24,434 കോടിക്ക് കേരളത്തിന് ക്ലെയിം ഉണ്ട്. ഫൈനലി ഏത് തുകയിൽ സെറ്റിൽ ആവും നമുക്കറിയില്ല. ഈ 13,000 കോടി കൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട, ഇനി ബാക്കി കിട്ടാനുണ്ട്. അല്ല, നിങ്ങൾ ബാക്കി കോടതിയിൽ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ പാസീവായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനോട്, കേരള ഗവൺമെൻറ്റിനോടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആ നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു 13,609 കോടി രൂപ തരാം. ആകെ പ്രൊവൈഡഡ്, നിങ്ങൾ കേസ് പിൻവലിക്കണം. കാരണം കേസ് ഗോപാലകൃഷ്ണനുള്ള പ്രശ്നം ഇപ്പൊ ഈ 13,000 ചില്ലറ കോടി തരാം, 13,909 കോടി 689 കോടി തരാം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്തോ ഇവര് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെയല്ല, അത് നിയമപരമായി FRBM ആക്ട് കംപ്ലൈ ചെയ്യുന്നതനുസരിച്ച് കേരളത്തിന് കിട്ടാൻ അല്ലെങ്കിൽ കേരളത്തിന് എടുക്കാൻ കഴിയുന്ന ഈ പറഞ്ഞ വായ്പ തുടങ്ങി KSEBയുടെ റീസ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയുന്ന തുക അടക്കമുള്ള തുകയാണ്. അതിപ്പോ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടാൻ ബാധ്യതപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശപ്പെട്ട തുകയാണ്, നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട തുകയാണ്. അത് പിന്നെ ഞങ്ങൾ എന്തോ പ്രത്യേക താല്പര്യം അനുസരിച്ച് കൊടുക്കാൻ വേണ്ടി പാസീവായിട്ട് സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് എന്തിനാ? കിട്ടേണ്ട പൈസ തന്നെയാണല്ലോ അത്. നിങ്ങൾ കിട്ടേണ്ട പൈസ കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ 15ാം ധനകാര്യ കമ്മീഷന്റെ ധനക്കമ്മിയുമായി ഞാൻ പറയട്ടെന്ന് കോടതിയിൽ നിങ്ങൾ ഈ നാട്ടിലെ തെരുവിൽ മുഴുവൻ മൈക്ക് വെച്ച് പ്രസംഗിച്ചത് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിവിടെ നൗഷദിൽ ഇരിപ്പില്ലേ? നൗഷദിൽ ഇരിപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവ് ഇരിപ്പുണ്ടല്ലോ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എവിടുന്ന് 57,400 കോടി കിട്ടാനുണ്ടെന്ന് ചോദിച്ചില്ലേ? നിങ്ങളിവിടെ മുഴുവൻ പ്രസംഗിച്ചാർന്നത് 57,400 കിട്ടാനുണ്ട്, 57,400 കിട്ടാനുണ്ടെന്ന് പറഞ്ഞല്ലേ പ്രസംഗിച്ചാർന്നത്? നിങ്ങൾ പറഞ്ഞത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു, കേന്ദ്രം തന്നില്ല, 57,400 തരാനുണ്ട് എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തത് 50,000 കിട്ടാനല്ലേ? 50,000 കോടി രൂപ കടമെടുക്കുവാൻ വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തതല്ലേ? അപ്പോഴല്ലേ കോടതി പറഞ്ഞത് നിങ്ങൾ പോയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് സംസാരിക്കാൻ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു 13,609 കോടി രൂപ തരാം. അതാണ് തർക്കം. ആ 13,609 തരാനുള്ളതാണ്, അത് തീർച്ചയായിട്ടും തരാം. പക്ഷെ നിങ്ങൾ കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ചർച്ച ചെയ്യുക, ഈ ഇവിടുത്തെ ആൾക്കാർ മാത്രമേ എഴുത്തെഴുതുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും കേസിന് പോയില്ലല്ലോ.
അല്ല, എന്തുകൊണ്ട് കേരളം മാത്രം സുപ്രീം കോടതി പോകുന്നത്? തന്നെ ഇന്ന് അപ്പൊ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ അടുത്ത സാമ്പത്തിക വർഷം മറ്റു പല സംസ്ഥാനങ്ങൾ വരാം. സുപ്രീം കോടതിയുടെ വിധിയൊക്കെ സുപ്രീം കോടതിയുടെ എല്ലാം എന്റെ കയ്യിലുണ്ട്. താങ്കൾ ആ വാദം ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുമല്ലോ. വായിച്ചിട്ടുണ്ട്. ഇന്ന് സോളിസിറ്റർ ജനറലും ജഡ്ജിമാരും തമ്മിലുള്ള ഇന്ററാക്ഷൻ താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവര് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വിഷയം എന്തായാലും അഡ്ജൂഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അടുത്ത വർഷം കൂടുതൽ സംസ്ഥാനത്തിന് കൊടുത്ത മാതിരിയാ. അങ്ങനെയല്ല ശോഭലക്ഷ്മൺ. അതായത് ഞങ്ങൾക്ക് ഈ വിഷയം അഡ്ജൂഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ വരുന്ന സാമ്പത്തിക വർഷം കൂടുതൽ സംസ്ഥാനങ്ങൾ വരാം. ഇത് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്റിറ്റീസ് തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പൊ ഈ വിഷയം ഞങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊരു പ്ലസന്റ് മൊമെന്റ് ഫോർ ഓൾ ലീഗൽ ബ്രെയിൻസ് എന്നുകൂടിയാണെന്ന് പറഞ്ഞാൽ ഈ വിഷയം ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഈ വിഷയം അഡ്രസ് ചെയ്യേണ്ടി വരും. ഇനി അങ്ങോട്ട് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അടുത്ത സാമ്പത്തിക വർഷവും സമാനമായ പരാതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരാം. അതുകൊണ്ട് ഞങ്ങൾ ഈ മാറ്റർ അഡ്ജൂഡിക്കേറ്റ് ചെയ്യും എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ച ചെയ്തിട്ട് കിട്ടാനുള്ള പൈസയുടെ കാര്യത്തിൽ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുക്കൂ എന്നാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഈ വിഷയം കോടതിയുടെ മുമ്പിൽ സവിസ്തരം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എ സമ്പത്ത്, ഈ വിഷയത്തിൽ ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോ അത് വന്നോട്ടെ, അത് കോടതിയുടെ മുമ്പിൽ വന്നോട്ടെ. നിലവിലുള്ള അവസ്ഥയുടെ അതൊരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം ഞാൻ തീർക്കാം. അത് കോടതി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കോടതി പറയുന്ന അനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എല്ലാ സർക്കാരും, കേന്ദ്ര സർക്കാരും. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. ഇവർ പോയത് 50,000 കോടിക്കാണ്. ഇവർ പറഞ്ഞത് 57,400 കോടിയാണ്. ഇപ്പൊ അതൊക്കെ ആവിയായി പോയി. ഇപ്പൊ പറയുന്നത് 13,650 രൂപ 650 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് സുപ്രീം കോടതി പറഞ്ഞിട്ടാ അല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടൊന്നുമല്ല. ആകെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്. നിങ്ങൾ കേസിന് പോകണ്ട, നമുക്ക് തരാം. അപ്പോൾ പറഞ്ഞു അതല്ല, ഞാൻ കേസിന് പോകണം. അത് ശരിയാ. അത് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കേസിന് വരാനുള്ള അവകാശം ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിനുണ്ട്. അത് ശരിയാണ്. ഞങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് അംഗീകരിച്ച കേന്ദ്ര ഗവൺമെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണം മാതൃഭൂമി. ശരി, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് മര്യാദ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഇവിടെ 13,608 കോടി രൂപ അടുത്ത ചൊവ്വാഴ്ച ഖജനാവിലേക്ക് വരുന്നതുകൊണ്ട് സംസ്ഥാനത്ത് ട്രഷറി സ്തംഭനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായി 24 ദിവസം ഈ സാമ്പത്തിക വർഷം ഓവർ ഡ്രാഫ്റ്റിലായി 32 ദിവസമായി കഴിഞ്ഞാൽ ട്രഷറി ഓപ്പറേഷൻസ് സ്തംഭിക്കും. അപ്പോൾ ആ വലിയ ട്രഷറി സ്തംഭനം എന്ന് പറയുന്ന വലിയ ആശങ്കാജനകമായ സാഹചര്യം ഒഴിഞ്ഞുപോയി എന്ന നിശ്വാസമാണോ ഇപ്പോ? അഭിലാഷയോ, ഞാൻ എൻ്റെ വാക്കുകൾക്കും വാചകങ്ങൾക്കും ഞാനൊരു പരിധി സ്വയം നിശ്ചയിക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഞാനിപ്പോൾ എന്താ അഭിലാഷനുള്ളൊരു സ്വാതന്ത്ര്യം സ്വാഭാവികമായി എനിക്കില്ല. ഞാനിത് പറയുമ്പോൾ അത് CPM-ന്റെ അഭിപ്രായം എന്നുള്ള നിലയിലേക്കായിരിക്കും ഇവിടെ അത് പരിഗണിക്കപ്പെടുക. ഇവിടെ ഈ ഹർജി നൽകാനിടയായ വിഷയങ്ങൾ എന്താണ്? ഹർജി നൽകാനിടയായത് കേരളത്തിന് അവകാശപ്പെട്ട 13,608 കോടി രൂപ ഉടൻ അനുവദിക്കാനാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഈ കേരളം ഉന്നയിക്കുന്ന അധിക ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കണം എന്നും ഈ കാര്യത്തിൽ പറയുകയുണ്ടായി. കേരള സംസ്ഥാനം നൽകിയതായ ഈ സ്യൂട്ട് ഈ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 അനുസരിച്ച് അത് if there is a dispute between a state or more than one states, അതുപോലെ തന്നെ മറുഭാഗത്ത് യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ വന്നാൽ ആർട്ടിക്കിൾ 131 ഉപയോഗിച്ചിട്ട് അത്തരത്തിൽ അത് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആ കേസ് കൊടുത്തിട്ടുള്ളത് അത് പിൻവലിക്കണമെന്നതായിരുന്നു യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം. അപ്പോൾ ഈ സൂട്ട് നിലനിൽക്കെ കടമെടുപ്പ് സംബന്ധിച്ച വിഷയങ്ങളിൽ സംസ്ഥാനവും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തണം എന്നതും ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ നമ്മളിത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വളരെ ഇത് സിമ്പിളായ കാര്യങ്ങളിലേക്കല്ല. കാരണം ഇത് സുപ്രീം കോടതിയിൽ നിലവിലുള്ളൊരു കേസാണ്. അത് സംബന്ധിച്ച് നമ്മൾ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അതിനൊരു പരിധി, പ്രത്യേകിച്ചും ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ്. ഈ വർഷം എടുക്കാവുന്ന വായ്പയെ സംബന്ധിച്ച് കേരളത്തിലെ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അഭിലാഷിൻ്റെ കയ്യിലും അത് മറ്റു മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റു ചങ്ങാതിമാർ അവരുടെ കയ്യിലും അത് എത്തിയിട്ടുണ്ടാവും. 42,438 കോടി രൂപയാണ് അങ്ങനെ കേരളം ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യം. അത് സമ്മതിച്ചത് 28,830 കോടി രൂപയാണ്. അനുവദിക്കാതിരുന്നതാണ് ഈ 13,608 കോടി രൂപയുടെ വിഷയം. അപ്പോൾ ഈ കടമെടുക്കുക എന്നുള്ളത് സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു ഭാഗത്ത് AG അറ്റോർണി ജനറലും മറുഭാഗത്ത് കേരളത്തിന്റെ അവിടെ ശ്രീ സമ്പത്ത് ഇന്നിപ്പോ AG കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 34,934 കോടി ടാക്സ് ഇനത്തിലും ഗ്രാന്റ് ഇനത്തിലുമായി കൊടുത്തിട്ടുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ. ഇനി പാർട്ട് B, അതായത് വായ്പ
കേരളം എടുക്കുന്ന വായ്പ, വായ്പയ്ക്ക് കൊടുത്ത അനുമതി അനുസരിച്ച് 34,230 കോടി രൂപ ഇതിനോടകം വായ്പാ ഇനത്തിൽ കേരളം വായ്പ എടുത്തിട്ടുണ്ട്. ഈ 13,000 ചില്ലറ കോടി കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് 47,838. അതായത് ഈ 13,609 കോടിയും കൂടി ആകുമ്പോൾ 47,838 കോടി കേരളത്തിന് ഈ സാമ്പത്തിക വർഷം വായ്പ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വായ്പ എടുത്ത് കഴിഞ്ഞു. അതാണ്ട് 50,000 അടുത്ത് കോടി രൂപ വായ്പ എടുത്തിട്ട് ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ അതിന്റെ സംസ്ഥാനത്തെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വായ്പ എടുക്കുന്നതിന്റെ പരിധി നിശ്ചയിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഈ 3 വർഷത്തെയും കൂടി ആവറേജ് എടുത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ അല്ല അതിൽ വരേണ്ടത്. അത് ഓരോ വർഷത്തേതും പ്രത്യേകമായി കണക്കാക്കിക്കൊണ്ട് അത്തരത്തിലാണ് വരേണ്ടത്. ഇതിൽ തന്നെ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിൽ നല്ല പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷത്തെ വായ്പാനുമതിയിൽ ബാക്കി നിൽപ്പുള്ള 1,877 കോടി രൂപയുണ്ട്. പുനർവായ്പ റീപ്ലേസ്മെന്റ് ലോൺ ഇനത്തിൽ 2,543 കോടി രൂപ ലഭിക്കാനുണ്ട്. ആകെ അത് തന്നെ 13,650 കോടി രൂപയുടെ പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഈ വർഷത്തെ ഇത്തവണത്തെ സംസ്ഥാനത്തിൻ്റെ ചെലവ് 2021 സംസ്ഥാനത്തിൻ്റെ മൊത്തം ചെലവ് 1,38,000 കോടി രൂപയായിരുന്നത് 1,68,000 കോടി രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. 30,000 കോടി രൂപയുടെ വർധനവ്. ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ അത് 2021 നൽകിയതിൽ നിന്ന് ഈ വർഷമായപ്പോൾ അത് കുറയുകയാണ്. എങ്ങനെയാണ് കുറഞ്ഞത്? 30,000 കോടി രൂപ എന്നുള്ളതിൽ നിന്ന് നേരെ അത് കുറഞ്ഞ് 11,000 കോടി രൂപയിലേക്ക് അത് എത്തുകയാണ്. ഇത് മാത്രമല്ല, അതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോവിഡ് ആനന്തര സാഹചര്യത്തിൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടിയുള്ള വലിയ തുക പ്ലസ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഇത് രണ്ടും ഉണ്ടായിരുന്നു. അത് രണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ അവസാന വർഷമായപ്പോൾ ഇത്തവണ വളരെ കുറഞ്ഞു. അതിപ്പോ കേന്ദ്രത്തിന്റെ കുഴപ്പമാണോ? കിട്ടാനുള്ളതൊക്കെ നേരത്തെ കിട്ടിയതുകൊണ്ടല്ല. അല്ല, കിട്ടാനുള്ളത് ഇനിയുണ്ട്. നമ്മൾ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്, അത് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഇത് കോടതി തീരുമാനിക്കട്ടെ, നമ്മൾ തീരുമാനിച്ച് ഇവിടെ തീരുന്ന ഒരു വിഷയമല്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. വാസ്തവത്തിൽ നമ്മളൊരു കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളതിന് പകരം യൂണിയൻ എന്നുള്ളത് ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് യൂണിയൻ ഓവർ സ്റ്റേറ്റ്സ് ആവരുത്. യൂണിയൻ ഓവർ സ്റ്റേറ്റ്സ് ആവരുത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കണം. ഇത് മുമ്പും ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, കേരളം മാത്രമല്ല ആദ്യമായി ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും അത് ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചുകൊണ്ട്, അത് ഇൻഹറന്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ടാണ്. അപ്പോൾ അതിൽ ആർട്ടിക്കിൾ 32ഉം ആർട്ടിക്കിൾ 226 മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ല മറ്റുള്ള ആർട്ടിക്കിൾ 131 ഉപയോഗിക്കാമോ? ഇത് സംബന്ധിച്ച് തന്നെ സുപ്രീം കോടതി പല ജഡ്ജ്മെന്റ്സ് നൽകിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. എന്തായാലും കോവിഡ് കാലത്തും അതിനു മുമ്പും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നിരവധി വിഷയങ്ങൾ, അതിൽ പലതും വന്നിട്ടുള്ളത് ഈ സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ അധികാരത്തിന്മേൽ ഇന്ത്യ ഗവൺമെൻറ് കൈകടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം നൽകിയിട്ടുള്ള ഈ ഒരു കേസിനെ സംബന്ധിച്ചുള്ളത് ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കേസായി മാറുകയാണ്. ഫെഡറലിസത്തെ സംബന്ധിച്ച് വളരെ ആധികാരിക രേഖയായി മാറുകയാണ്. അവിടെ ശ്രീ കെ പി നൗഷാദ് അലി, ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കേസായി മാറുകയാണ് എന്ന പരാമർശം പരിശോധിച്ചാൽ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു കേസ് മുമ്പ് വന്നിട്ടില്ല എന്നൊരു പരാമർശം ഉണ്ടായി. എന്ന് മാത്രമല്ല, ആർട്ടിക്കിൾ 131 അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ കേന്ദ്രവുമായി കേസ് നടത്താതിരുന്നാൽ നിങ്ങൾക്ക് പണം തരാം എന്നൊരു നിബന്ധന കേന്ദ്രത്തിന് വെക്കാൻ പറ്റില്ല. അത് ശരിയായ കാര്യമല്ല എന്ന് കോടതി പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഇതിപ്പോൾ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഇതേ പ്രശ്നം ഉണ്ടാകാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അഡ്ജുഡിക്കേഷൻ നടത്തണം, അല്ലെങ്കിൽ നടത്തേണ്ടി വരും എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുമ്പോൾ ഇതിപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ സംബന്ധിച്ച് ഒരു സുപ്രധാനമായ കേസായി മാറാൻ പോവുകയല്ലേ? അഭിലാഷിൻ്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സുപ്രധാനമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ അഭിലാഷ്, ഈ സാമ്പത്തിക പാദവർഷത്തിൽ കേരളത്തിന് സ്വാഭാവികമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വായ്പാ തുക, അത് വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ തരികയുള്ളൂ എന്നൊരു ധിക്കാരം കേന്ദ്ര ഗവൺമെൻറ് പ്രകടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി ആ ജനാധിപത്യ വിരുദ്ധതയ്ക്ക് മേൽ ഒരു പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കേരളത്തിന് ഈ പറഞ്ഞ തുക എടുക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം 15,000 കോടി വേണമെന്ന് കപിൽ സിബൽ പറയുന്നു. CK ശശി പറഞ്ഞത് 20,000 കോടി വേണമെന്നാണ്. അത് അടുത്ത ദിവസങ്ങളുടെ ചർച്ചകളിലൂടെ എങ്ങനെ ഉരുത്തിരിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ
അഭിലാഷ്, ഇവിടെ ഈ കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാമ്പത്തിക മിസ്മാനേജ്മെന്റ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത്. അത് ഞാൻ അടിവരയിട്ട് ശരിവെക്കുകയാണ്. കാരണം ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ ഇല്ലാതെ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ, ആശുപത്രികളിൽ മരുന്നില്ലാതെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ മരപ്പട്ടി ഒഴിക്കുന്ന മൂത്രം കബോർഡിന് മുകളിൽ വീഴുമോ എന്ന ചിന്തയിൽ പണം അനുവദിക്കുന്ന ഒരു തൊഴിലാളി വർഗ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഒരു നീറോ ചക്രവർത്തിയുടെ മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. ദൂർത്തുണ്ട്, മിതവ്യയമില്ലായ്മയുണ്ട്, ഭാരിച്ച ചെലവുകൾ തോന്നിയതുപോലെ ചെയ്യുന്ന രീതികളുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ മിസ്മാനേജ്മെന്റ് അതിന്റെ പുറമെയുണ്ട്. ഇതൊക്കെ കേരളത്തെ വലിയൊരു ഗതികേടിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും കോടതി വിധിയും തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നു. ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കേന്ദ്ര ഗവൺമെന്റ് എത്തരത്തിലാണ് ഈ ഫെഡറൽ വ്യവസ്ഥയെയും സംസ്ഥാനങ്ങളെയും ഇത്രമാത്രം വിവേചനപരമായി സമീപിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ ഇവിടുത്തെ സെസ്സും സർചാർജുമായിട്ട് കേന്ദ്ര സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന പിരിവ് കേവലം 1 ലക്ഷം കോടി ചില്ലാനമായിരുന്നു. ഇന്ന് 2023-24 വരുമ്പോൾ അത് GST കോമ്പൻസേഷൻ സെസ് അടക്കം 7 ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നു. GST കോമ്പൻസേഷൻ ഒഴിവാക്കിയാൽ 5.5 ലക്ഷം കോടിയാണ് സെസ്സും സർചാർജും വഴി കേന്ദ്ര ഗവൺമെന്റ് സ്വരൂപിക്കുന്നത്. ആർട്ടിക്കിൾ 270, 271 പ്രകാരം ഇത് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതില്ല. ഈ 150% വർധന 2017 ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കേന്ദ്ര മന്ത്രിമാർ രാജ്യസഭയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത്ര വലിയ ഈ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതില്ലാത്ത തുക സ്വരൂപിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ ഇത് മുഴുവൻ ചെലവഴിക്കുന്നത് അവരുടെ നോൺ പ്ലാൻ ഗ്രാൻറ്റുകൾ വഴി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ട്രാൻസ്ഫർ വഴി, അതുപോലെ തന്നെ അവരുടെ കേന്ദ്ര പദ്ധതികൾ വഴിയൊക്കെയാണ് അവർ ചെലവഴിക്കുന്നത്. ഈ ചെലവഴിക്കലൊക്കെ അവർക്ക് തോന്നിയ പോലെയാണ്. ഈ നോൺ പ്ലാൻ ഗ്രാൻറ്റുകളും അതുപോലെ തന്നെ ക്യാപിറ്റൽ ട്രാൻസ്ഫറുകളും ഒക്കെ അവർക്ക് താല്പര്യമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുകയാണ്. അവിടെയാണ് ഈ വിവേചനമുള്ളത്. ഞാൻ പറഞ്ഞ ഈ 5.5 ലക്ഷം കോടിയും 7 ലക്ഷം കോടിയൊക്കെ ഇന്ത്യയുടെ ഗ്രോസ് റവന്യൂ വരുമാനത്തിൻ്റെ 30% വരുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ഭീമമായ തുക തങ്ങൾക്ക് തോന്നിയ മാതിരിയാണ് ഈ സർക്കാർ ചെലവഴിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഫെഡറൽ വ്യവസ്ഥിതി കീറിപ്പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്ര വലിയ സെസ്സും സർചാർജും എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ, ഹെൽത്ത്, വിദ്യാഭ്യാസം തുടങ്ങിയ പല വകുപ്പുകളിലും ഡയറക്റ്റ് ടാക്സ് ഇവർ നിർത്തലാക്കി നേരിട്ട് സെസ്സിലേക്ക് മാറ്റിയപ്പോഴാണ് ഇത്രമാത്രം വർദ്ധിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഇവിടെ CAGയുടെ കണക്കുണ്ട്. ഈ പറഞ്ഞ സെസ്, എഡ്യൂക്കേഷൻ സെസ്, എൻവയോൺമെന്റൽ സെസ്, സ്വച്ഛ് ഭാരത് സെസ്, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സെസ്, ഇതൊന്നും നിർദ്ദിഷ്ട പൂളിലേക്ക് പോകുന്നില്ല. പിരിക്കുന്നതിൻ്റെ 50-60% ആ പൂളിലേക്ക് പോകുന്നില്ല എന്നൊരു CAG റിപ്പോർട്ട് 2018 മുതൽ ഇവിടെ നിലവിലുണ്ട്. എന്നാൽ ഇന്നത്തെ ഇന്ത്യ രാജ്യത്ത് ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ വരിയൊടക്കപ്പെട്ട കാളകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് CAGയുടെ പല്ലും ഇന്ന് ഒരു തരത്തിലുള്ള പ്രഹരവും സർക്കാരിനെ ഏൽപ്പിക്കുകയില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കുന്ന പുതിയ വ്യവസ്ഥിതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തണം. അതുപോലെ തന്നെ തത്വദീക്ഷയില്ലാതെ പെരുമാറുന്ന സംസ്ഥാന സർക്കാരിനെ നിശ്ചയമായിട്ട് നമ്മൾ എതിർക്കണം. ഏതായാലും ചെകുത്താന്റെയും കടലിന്റെയും നടുക്കപ്പെട്ട കേരളീയരെ ഓർത്ത് വലിയ തോതിലുള്ള പ്രയാസവും വിഷമവും രേഖപ്പെടുത്താൻ ഞാൻ എൻ്റെ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് അഭിലാഷ്. ഓക്കെ, ഇവിടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമ്മൾ ഈ കണക്ക് അങ്ങ് മാറ്റിവെച്ചാൽ എന്താണ് ഈ കേസിന്റെ ആത്യന്തികമായ പൊരുൾ? ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ്. നേരത്തെ ഇവിടെ ശ്രീ സമ്പത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞു, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്, യൂണിയൻ സർക്കാരാണ് ഭരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ധനകാര്യ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനമുണ്ട്, ഈ നികുതി വീതം വയ്ക്കാനുള്ള ഭരണഘടനാ സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെ ഒരു അപ്രമാദിത്വം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തെ മറികടന്ന ഒരു അപ്രമാദിത്വം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന് ഏറ്റ തിരിച്ചടി ഇതാ ഭരണഘടന ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അതല്ലേ ഇന്ന് സുപ്രീം കോടതി നടത്തിയത്? എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് നടത്തിയതെന്ന്. കാരണം ഭരണഘടനയുമായിട്ട് അങ്ങനെ ആ രീതിയിലൊന്നും സുപ്രീം കോടതി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാനതിൻ്റെ സുപ്രീം കോടതിയിൽ അത് വായിച്ചു നോക്കിയതുമാണ്. അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരതം ഭരിക്കുന്നു. ഭരണഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഭരണഘടനയ്ക്ക് ഒരു പോറൽ വല്ലാതെ ഭരണഘടനയെ തകർത്തു, ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ തകർത്തു, ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് കുറേ കേസുകൾ കൊടുത്തല്ലോ.
എല്ലാ കേസുകളും മറ്റേ തൂപ്പയിൽ വലിച്ചെറിഞ്ഞില്ലേ സുപ്രീം കോടതി തന്നെ? കൊടുത്ത കേസ് എത്രയാ? ദാ BJP വന്നു, ഫാസിസം വന്നു, ദാ BJP വന്നു, ഭരണഘടന തകർന്നു, ദാ BJP വന്നു, ഭരണഘടനാ സ്ഥാപനം തകർന്നു. ഏതെങ്കിലും ഒരു കേസ് സുപ്രീം കോടതി ഏറ്റെടുത്തോ? ഇല്ലല്ലോ. ഇപ്പോൾ സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ ആ രീതിയിലൊരു കോൺഫ്ലിക്റ്റോ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റോ ഇല്ല. ഇന്ത്യ ഷാൽ ബി യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്, അങ്ങനെയാണ്. അപ്പോൾ ആ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് ആർക്കും തർക്കമില്ല. പക്ഷേ ആ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റ് മാത്രം കേന്ദ്രം എന്ത് കൊണ്ടുവന്നാലും ശരി അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് പറഞ്ഞില്ലേ ഭാരതമാതാവ്, ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ബാധകമല്ല ഭാരതമാതാവ്. ഇതേപോലെയുള്ള കുറേ ചില സംസ്ഥാനങ്ങളുണ്ട്. കാരണം അവർക്ക് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് അംഗീകരിക്കാൻ വയ്യ. കാരണം ഒരു 10-60 വർഷം ഒരു കുടുംബം ഭരിച്ചതാണ്. ആ കുടുംബ സ്വത്തായിട്ട് ഈ ഭാരതത്തെ, ഈ ഇന്ത്യയെ കൊണ്ടുപോയതാണ്. ആ കുടുംബ സ്വത്തിൽ നിന്ന് അതൊരു പാവപ്പെട്ട ഒരു ചായപ്പീടിയക്കാരൻ ജനങ്ങളുടെ പിന്തുണയേറി ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുടെ ഹൃദയത്തിലേറി ഒരു ചായ കച്ചവടക്കാരൻ, ഒരു സാധാരണക്കാരൻ, ഒരു OBC-കാരൻ, സാധാരണക്കാരൻ ജനങ്ങളുടെ ലോക ജനതയുടെ ഹൃദയത്തിലേറിയപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. അത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഫാസിസത്തിൻ്റെ പേര് പറയും. അത് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അത് ഫെഡറലിസത്തിൻ്റെ പേര് പറയും. അത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറയും. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2014 തൊട്ട് ഞാൻ അഭിലാഷ്, താങ്കളൊരു നല്ല മാധ്യമപ്രവർത്തകനല്ലേ? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇവിടെ ഫാസിസം വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇതൊന്നും അല്ല, ഒരു പ്രശ്നവും ഇല്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു നല്ല മാധ്യമ പ്രവർത്തകനായിട്ട് സംസാരിക്കണം. കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, BJP വിരുദ്ധ മാധ്യമ പ്രവർത്തകനായിട്ട് സംസാരിക്കല്ലേ? സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തൽ നടത്ത്. 2014 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം നിങ്ങൾ മാർക്സിസ്റ്റ് ആയാലും വിരോധമില്ല, കമ്മ്യൂണിസ്റ്റ് ആയാലും വിരോധമില്ല, BJP വിരോധിയായാലും എനിക്ക് വിരോധമില്ല. എൻ്റെ പോയിന്റ്, നിങ്ങളൊരു നല്ല മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ പറയുക 2014 ശേഷം ഭാരതത്തിൽ ഫാസിസം വന്നു. എത്ര വിളിച്ചു പോവല്ലേ? ഏത് ചർച്ച വന്നാലും ദാ വന്നു ഫാസിസം. ഒരാൾ സീതാറാം യെച്ചൂരി ഫാസിസം വന്നു എന്ന് പറയും. അപ്പോൾ മറ്റേ ചങ്ങായി പറയും, പ്രകാശ് കാരാട്ട് പറയും ഫാസിസം വന്നിട്ടില്ല, പഠിക്കൽ നിൽക്കണേ ഉള്ളൂ എന്ന് പറയും. സമ്പത്ത് പറയും ഫാസിസം വന്ന് കയറി കേരളത്തെ കഴുത്തി ചരിച്ചു കൊന്നു എന്ന് പറയും. എൻ്റെ പൊന്നു ചങ്ങാതി, കേരളം മാതിരി 10-29 സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം, എല്ലാ സംസ്ഥാനത്തും BJP അല്ലല്ലോ, ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കേസിന് പോയോ? ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചോ? പോകുന്നവരും പോയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല, പോകാൻ ഒരുപക്ഷെ നാളെ തയ്യാറായേക്കാം. കേസൊക്കെ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കാനാണ് സുപ്രീം കോടതിയോട് നിർദ്ദേശം വെച്ചു. നേരത്തെ ഞാൻ സമ്പത്ത് പറഞ്ഞതിനെ ഒന്ന് ഖണ്ഡിച്ചോട്ടെ. കാരണം സമ്പത്ത് പറയാണ് സുപ്രീം കോടതിയിൽ പോയത് 13,609 കോടി രൂപ സുപ്രീം കോടതി പറഞ്ഞു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല സാർ. 13,609 കോടി രൂപയുടെ കാര്യം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, സുപ്രീം കോടതിയല്ല. ഇവിടെ കേരളം പോയത് 50,000 കോടിക്ക്, 1-2 കോടിക്കല്ല. 13,609 കോടി രൂപ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ മര്യാദ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചപ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങൾ. അല്ല, 25,000 കോടി രൂപ ഇത് വേറെ എവിടുന്ന് എടുത്ത് കൊടുക്കുന്ന പൈസ അല്ലല്ലോ. കേന്ദ്രം കൺസെന്റ് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് കേന്ദ്രം എടുത്തു കൊടുക്കുന്നില്ല. നമുക്ക് വായ്പ എടുക്കാനുള്ള അനുമതി തരികയാണ് ചെയ്യുന്നത്. അത് കൃത്യമായും ഈ സാമ്പത്തിക വർഷം കിട്ടേണ്ട തുകയായിരുന്നു, കിട്ടേണ്ട തുക. അപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ, എനിക്ക് 100 രൂപ തരാനുണ്ട്. താങ്കൾ എനിക്ക് 100 രൂപ തരാൻ സമ്മതിച്ചു. താങ്കളുടെ അടുത്ത് ഞാൻ 100 രൂപ വാങ്ങിച്ചാൽ ഞാൻ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യണോ? എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള 100 രൂപ താങ്കൾ തന്നതിന് ഞാൻ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യണോ? എൻ്റെ അഭിലാഷേ, ഈ 100 രൂപ ഒരുമിച്ചല്ല തരേണ്ടത്. നിങ്ങൾക്ക് 100 രൂപ തരാനുണ്ടെങ്കിൽ അത് 3 പാദമായിട്ടോ 4 പാദം ഒരു വർഷമല്ലേ തരേണ്ടത്? അതെ, ഇത് ജൂൺ മാസം 22-ാം തീയതി ഇത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദമല്ലേ? ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി എത്ര ആഴ്ചയുണ്ട്? അതെ, 25 ദിവസമല്ലേ ഉള്ളൂ. 20 ദിവസം ഉണ്ടോ? ഈ സാമ്പത്തിക വർഷത്തെ അല്ല, ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണല്ലോ എല്ലാവർക്കും കൊടുക്കുന്നത്. 15 ഞാനൊരു സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കാം. 15ാം ധനകാര്യ കമ്മീഷൻ, നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ മാന്യതയിൽ സംസാരിക്കണമല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലത്താണ്. എൻ്റെ പൊന്നു ചങ്ങാതി, രാജസ്ഥാനിൽ കോൺഗ്രസ്സാണ് ഭരിച്ചത്.
ആ രാജസ്ഥാനിൽ കൊടുത്ത എത്രയാണെന്നുള്ളത് നിങ്ങൾ എഴുതി ചോദിക്കേ. അതായത് ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി 15ാം ധനകാര്യ കമ്മീഷൻ ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ആർക്കാ കൊടുത്തേ? BJP ഗവൺമെൻറ്റിനല്ല. നിങ്ങൾ വെറുതെ ഈ ഇത്തരം വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയിൽ കളവ് പറയരുത്. BJP വാരിക്കോരി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക. ഞങ്ങൾ കേരളത്തിന് BJP ഗവൺമെൻറ് കേരളത്തിനും കൊടുക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഇപ്രാവശ്യം വന്നപ്പോൾ എത്രയും കൊടുത്തെന്നുള്ളത് കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് കൊടുത്തത് എത്രയാണെന്ന് ചോദിക്കുക. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്ത് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കേരളത്തിന് കൊടുത്തത് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി സുധാകരൻ പരസ്യമായി സമ്മതിച്ചതല്ലേ? പിന്നെ നമ്മൾ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് ഒരേപോലെയാണ്. പിന്നെ 3 കോടി ജനങ്ങളും 30 കോടി ജനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഒറ്റ മിനിറ്റ് ഞാൻ തീർക്കാം. 3 കോടി ജനങ്ങളുള്ള സ്ഥലവും സംസ്ഥാനവും 20 കോടി ജനങ്ങളുള്ള സംസ്ഥാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായ വ്യത്യാസമാണ്. ഞാൻ തീർക്കാം അഭിലാഷ്. ഒരൊറ്റ വരി പറഞ്ഞാൽ തീർക്കാം. ഒരൊറ്റ സിംഗിൾ വരി. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ ചർച്ച പോകേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ചർച്ച പോകേണ്ടത് ഈ 13,650 കോടി കൊണ്ട് ഈ കേരളത്തിന് ഒന്നും ആവാൻ പോണില്ല. 25,000 കോടി വേണം ശമ്പളം എന്ന്. എന്താ കാരണം? രണ്ട് തരത്തിലാണ് ധനവരുമാന മാർഗങ്ങൾ. അതിൻ്റെ ചെലവ് 2 തരത്തിലാണ്. സമ്പത്ത് അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഒപ്പെക്സ്, അതല്ലെങ്കിൽ കപ്പെക്സ്. കപ്പെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കപ്പെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതെന്തിനാ ചെലവഴിക്കുക? ഒപ്പെക്സ് വന്നാൽ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചറാണ്. ആ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തന്നെ പറ. ഇവിടെ ശമ്പളവും പലിശ കൊടുക്കുന്ന കാര്യത്തിൽ 10% കൂടുതൽ വരാൻ പാടില്ല. കേരളത്തിന്റെ പലിശ എത്ര കൊടുക്കുന്ന അറിയുന്നത് നിങ്ങൾക്ക് 22%. അപ്പോൾ കടം മേടിച്ച് നമ്മൾ ശമ്പളം കൊടുക്കുന്ന കേരളത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാർ അടുത്ത റൗണ്ടിൽ സംസാരിക്കും. കാരണം ഇന്ന് കോടതിയിൽ തന്നെ വന്ന കടത്തിന്റെ ചില കണക്കുകളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പരാതി. ഇന്നിപ്പോ AG കോടതിയിൽ പറഞ്ഞ, സുപ്രീം കോടതിയെ അറിയിച്ച ഒരു കാര്യം നോക്കൂ. കേരളത്തിന്റെ ഓൺ ഇൻകം 93,899 കോടിയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് 82,000 കോടി ഇതിനോടകം നേരത്തെ പറഞ്ഞ ഒന്ന് വായ്പാ ഇനത്തിലും അതുപോലെ തന്നെ ഈ വിവിധ ഗ്രാന്റുകളും റവന്യൂ വിഹിതവുമായിട്ടും കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തനത് വരുമാനത്തിന് ഏതാണ്ട് അടുത്തെത്തുന്ന തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. അപ്പോൾ കേരളത്തെ മാത്രമായി ശ്വാസം മുട്ടിച്ചു, കേരളത്തെ മാത്രമായി പരിഗണിച്ചില്ല എന്ന് ഏത് കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്? ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ AGയും ASGയും എല്ലാം പറഞ്ഞതിനും അപ്പുറമായി അദ്ദേഹം കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ചർച്ചയിലാണ് എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ എൻ്റെ സീമയ്ക്ക് അപ്പുറമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനാണ്. ഞാനൊരു തർക്കത്തിനും ഒന്നുമല്ല. ശ്രീ വെങ്കട്ടരാമനും പറഞ്ഞതിനപ്പുറമായി അദ്ദേഹം പറയുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. കേരളം ഈ 13,609 കോടി രൂപയുടെ കാര്യത്തിനായി മാത്രമായി അല്ല ആർട്ടിക്കിൾ 131 ഇൻവോക്ക് ചെയ്തത് സുപ്രീം കോടതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ഭരണഘടനാ വിഷയം, ഒരു ഭരണഘടനാ കേസായി ഇത് മാറുകയാണ് എന്നുള്ളത്. ഇവിടെ ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ ലംഘനം ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്നത്. നമുക്ക് അധിക സമയമൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ഒന്ന്, പ്രളയമുണ്ടായി. ആ പ്രളയകാലത്ത് മുമ്പ് ദേശീയ ദുരന്തമായി ഗുജറാത്തിലുണ്ടായ ഭൂകമ്പം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതിന് സഹായമായി അത്തരത്തിൽ വിദേശത്തു നിന്നടക്കം ധനസഹായം സർക്കാരുകളുടേത് ലഭിച്ചു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഏറ്റവും കൂടുതൽ അത്തരത്തിലൊരു സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിൽ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ വിദേശത്തു നിന്നുള്ള സഹായം അത് തട്ടിത്തെറിപ്പിക്കുന്നതിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്നു എന്നുള്ളത് അതൊരു ദുഃഖകരമായ വസ്തുതയാണ്. വേറൊന്ന്, ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രോജക്റ്റുകൾ, ഞാൻ ഊർജ്ജത്തെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ തുകകൾ കൃത്യമായി ലഭ്യമായില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധി എന്നുള്ളത് ഉണ്ടാവും. മറ്റൊന്ന്, ഇവിടെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ചാണ് എങ്കിൽ കടമെടുക്കുക എന്നുള്ളത് കടമെടുക്കും, കടം വീട്ടും, അത്തരം കാര്യങ്ങൾ, അത്തരത്തിലുള്ള മാനേജ്മെൻറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ വികസനവും അതിൻ്റേതായ അതിൻ്റെ പ്രയോറിറ്റിയും മറ്റൊരു സംസ്ഥാനവുമായി നമ്മൾ തുലനം ചെയ്യരുത്. കാരണം ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ളൊരു സംസ്ഥാനത്തിരുന്നാണ് ഈ മാതൃഭൂമിയിൽ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. മനസ്സിലാക്കണം.
ഇന്ത്യയിൽ ഏറ്റവും കുറവ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തുമൊക്കെ നാം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഞാനത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണാധികാരിയുടെയോ ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തിൻ്റെയോ തലമുറയുടെയോ തലയിലേക്ക് ഇതിൻ്റെ എല്ലാ ഖ്യാതിയും വെച്ച് കെട്ടാനല്ല. അതെല്ലാം തുടരെ നമുക്ക് അത്തരത്തിൽ നേടിയെടുക്കാനായി കഴിഞ്ഞതാണ്. അതിലെല്ലാവർക്കും അതിൽ പങ്കുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. ഇത് നിലനിർത്തുകയും മുന്നോട്ട് പോവുകയും വേണം. നമ്മൾ കേരളം ഇക്കാര്യത്തിൽ മത്സരം എന്നൊരു പദം ഉപയോഗിക്കുന്നതിൽ എന്നോട് ദയവായി അഭിലാഷ് ക്ഷമിക്കണം. ഈ കാര്യം മത്സരം അല്ല എങ്കിലും എനിക്ക് മറ്റൊരു പദം കിട്ടാത്തത് കൊണ്ടാണ്. രാജസ്ഥാനിനോടല്ല, യു പിയോടല്ല, മധ്യപ്രദേശിനോടല്ല, ബീഹാറിനോടല്ല, ലോകത്തിലെ മിത സമൃദ്ധ സമൂഹങ്ങൾ അത്തരത്തിലുള്ള ഒരു ഡെവലപ്ഡ് നേഷൻസ് എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് അത്തരത്തിലുള്ള പല രാജ്യങ്ങളും നേടിയിട്ടുള്ള ആ നിലവാരത്തിലേക്കാണ് നമ്മൾ എത്തുക. നമ്മൾ നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് കോട്ടമായി ധനകാര്യ കമ്മീഷൻ പറഞ്ഞാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 264 ആർട്ടിക്കിൾ 280 അനുസരിച്ചാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ആ ഫിനാൻസ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം, കേരളം മാത്രമല്ല ഇക്കാര്യത്തിൽ പലപ്പോഴും കേരളം, തമിഴ്നാട്, കർണാടകം, ഇങ്ങനെ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പലപ്പോഴും അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ഈ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത് കോട്ടമായി മാറുക എന്നത് അത് അനുവദിച്ചു കൊടുക്കാനായി കഴിയില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല ഒരു സംസ്ഥാന ഗവൺമെൻറ്. ഞാൻ ആവർത്തിക്കുകയാണ്, അവിടെ അടിമ ഉടമ ബന്ധവും യജമാനൻ്റെ കീഴിലുള്ള ഒരു പണിക്കാരൻ തമ്മിലുള്ള ബന്ധമേ അല്ല. ഇറ്റ്സ് നോട്ട് എ റിലേഷൻ ബിറ്റ്വീൻ ദ മാസ്റ്റർ ആൻഡ് ദ സ്ലേവ്. അപ്പോൾ അത് ഈ സംസ്ഥാനത്തിൻ്റെതായ ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം പിടിമുറുക്കാൻ അത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ് ശ്രമിക്കുക എന്നത് ഫെഡറൽ സംവിധാനത്തിൽ ഒട്ടും ശരിയല്ല. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞത്, എന്ത് കാര്യത്തിലാണ് ഭരണഘടനാ ലംഘനം ഉണ്ടായത്? എൻ്റെ വിനീതമായ അഭിപ്രായം, ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ആ ബെഞ്ചിൻ്റെ അധ്യക്ഷനായിരുന്ന ആ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നത്, അത് ആ ഇലക്ട്രൽ ബോണ്ടുകൾ നിയമനിർമ്മാണം വഴി കൊണ്ടുവന്നത് BJP ഗവൺമെൻറ്, ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലീഗൽ എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമെന്ന് മാത്രമല്ല, അതിനെ ഭരണഘടനാ വിരുദ്ധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറം വേറെ എന്ത് വേണം? ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം, ആ ഭരണം നേടുന്നതിന് നിലനിർത്തുന്നതിന് അത്തരത്തിൽ പല വഴികളിൽ കൂടി ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അത് വെളിച്ചത്ത് വരരുത് എന്ന് ഇനിയിപ്പോൾ ഇത്തരം കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഇനിയിപ്പോൾ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് കിടക്കുകയല്ല. അദ്ദേഹം ഈ ഒരു കാര്യം ഭരണഘടനാ വിരുദ്ധമായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിന് അപ്രീഷിയേറ്റ് ചെയ്യണം? ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെല്ലാം സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് കൊണ്ട് ഇനി അവരെല്ലാം കീഴടങ്ങി, അതുകൊണ്ട് യു ഷുഡ് അപ്രീഷിയേറ്റ് ദ കൺവിക്സ് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ പറയുന്ന പ്രതികളെല്ലാം നിങ്ങൾ അഭിനന്ദിക്കണം എന്നാണോ പറയുന്നത്? അല്ലല്ലോ. വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിലപാടാണ് ഉണ്ടായത്. അത് തിരുത്തുകയാണ് ഏറ്റവും പെട്ടെന്ന് വേണ്ടത്. ശരി, ഇവിടെ ഇപ്പോൾ ശ്രീ KP നൗഷാദ് അലി, സംസ്ഥാനം അതേസമയം അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ശമ്പളം കൊടുക്കാൻ ഈ മാസം ദിവസങ്ങൾ വൈകി ജീവനക്കാർക്ക് പ്രതിഷേധിക്കേണ്ടതായി വന്നു. ഈ മാസം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷത്തെ അവസാനത്തെ മാസമാണ്. അപ്പോൾ ബില്ലുകളൊക്കെ ധാരാളം മാറേണ്ടതുണ്ട്, പ്രവൃത്തികളുടെയൊക്കെ ബില്ലുകൾ മാറേണ്ട സമയമാണെന്ന് പറഞ്ഞാൽ ട്രഷറിക്ക് വലിയ ഭാരം വരുന്ന സമയത്ത് ഇപ്പോൾ ഈ 13,000 കോടി കിട്ടിയതുകൊണ്ട് വലിയ ആശ്വാസമൊന്നും പറയാൻ കഴിയില്ല. തൽക്കാലം എന്ന് പറഞ്ഞാൽ ട്രഷറി സ്തംഭനം, സമ്പൂർണ്ണമായ ട്രഷറി പ്രതിസന്ധി ഒഴിവാകും എന്നുള്ളതിനപ്പുറത്ത് കൊടുത്തു തീർക്കാനുള്ള പണം മുഴുവനായിട്ടില്ല. നമുക്കറിയാം 7 മാസമായിട്ട് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിയിരിക്കുകയാണ്, ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങിയിരിക്കുകയാണ്, ഗ്രാൻറ്റുകൾ അതുപോലെ തന്നെ അഗതികൾക്കൊക്കെ കൊടുക്കുന്ന പണം, ഇങ്ങനെ വലിയ തോതിൽ സോഷ്യൽ വെൽഫെയറിന് സ്പെൻഡ് ചെയ്യേണ്ട പണം ഇതിനോടകം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 13,000 കോടി എന്ന് പറയുന്നത് വളരെ ചെറിയ താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നിരിക്കെ ഇപ്പോൾ സുപ്രീം കോടതി കേസ് നടത്തി ഇപ്പോൾ ഇത്രയും പണം കിട്ടിയത് കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ആകെ മാറി എന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ടോ? അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേന്ദ്രം ഇത്ര രൂപ അവിടെ അനുവദിച്ചില്ലേ, കേന്ദ്രം രാജസ്ഥാൻ അനുവദിച്ചു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം ഒന്ന് പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞ കാര്യവും രണ്ടാണ്.
ഇവിടെ ധനകാര്യ കമ്മീഷനുകൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും കടമെടുക്കാനുള്ള പരിധിയൊക്കെ ചില നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിശ്ചയിക്കും. ഓരോ സംസ്ഥാനത്തിലുള്ള നികുതി വിഹിതവും ആ മാനദണ്ഡത്തിനനുസരിച്ച് നിശ്ചയിക്കും. അതിനകത്ത് നരേന്ദ്രമോദി സർക്കാർ എവിടെ ഇടപെട്ടാലും മാറ്റം വരുത്താൻ സാധിക്കില്ല. അതിനകത്തൊരു കൈകടത്തലും നടക്കില്ല. എന്നാൽ ആ മാനദണ്ഡങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയമായി എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ ധനകാര്യ കമ്മീഷന്റെ പരിധിയിൽപ്പെടാത്ത സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ലാത്ത ഈ സർചാർജും സെസ്സും വഴി വരുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ നോൺ പ്ലാൻ ഗ്രാൻറ്റുകളായിട്ടും അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ട്രാൻസ്ഫറുകളുമായിട്ട് ഈ സർക്കാർ വിവിധങ്ങളായ തങ്ങൾക്ക് താല്പര്യമുള്ള ഇടങ്ങളിലേക്ക് വലിയ ഒഴുക്ക് നടത്തുന്നുണ്ട്. അവിടെയാണ് വിവേചനം. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര ഗവൺമെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം യഥേഷ്ടം വിനിയോഗിക്കാവുന്ന ഇത്തരത്തിലുള്ള 5.5 ലക്ഷം കോടിയും 7 ലക്ഷം കോടിയൊക്കെ ഒരു കൊല്ലം കിട്ടുമ്പോൾ അവരത് ഇത്തരത്തിലുള്ള 2-3 മാർഗങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുള്ളിടത്തേക്ക് അത് ചെലുത്തുകയാണ്. അതിന് പുറമെ അവർ കേന്ദ്ര പദ്ധതികളും കൊണ്ടുവരും. ആ പദ്ധതികളുടെ 50% വഹിക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ്. അപ്പം നരേന്ദ്രമോദിയുടെ പടം വെച്ചില്ല, പ്രതിമ വെച്ചില്ല, സെൽഫി എടുക്കാനുള്ള ഇവന്റുകൾ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഫണ്ടും അവർ തടയും. അപ്പം ഇത്തരത്തിലുള്ള വലിയൊരു അന്യായമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അതിനെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ FC-യുടെ പിന്നെ ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളും നീക്കിവെപ്പുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഭരണഘടനയ്ക്ക് എന്ത് കോട്ടം പറ്റി, ഫാസിസം വന്നോ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ശ്രീ ഗോപാലകൃഷ്ണൻ, ഫാസിസം നാളെ മുതൽ വന്നു എന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ ഒരു ബില്ലൊന്നും പാസ്സാക്കിയിട്ട് അത് വരില്ല. അത് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തെ ഇങ്ങനെ മേഘാവൃതമായിട്ട് പൊതിഞ്ഞു നിൽക്കുകയാണ്. ഭരണഘടനയ്ക്ക് പോർലേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൃഷ്ടിഗോചരമായ ഏതെങ്കിലും ശാരീരിക പരിക്കുകളല്ല. അത് ഇത്തരത്തിലുള്ള CBI-യും ED-യും ഇൻകം ടാക്സും ഒക്കെ ഭരണത്തിനെതിരായവരുടെ വീട്ടിലേക്ക് കടന്നൽ കൂട് പൊളിച്ചതുപോലെ കടന്നു ചെല്ലുന്നു. ഭരണത്തെ അനുകൂലിക്കുന്നവരുടെ കേസില്ലാതാകുന്നു. കോടതികളും മാധ്യമങ്ങളും ഒക്കെ നിശ്ചലമാകുന്നു. ഇത്തരമൊരു അവസ്ഥയാണ് ഭരണഘടനാ സ്തംഭനം എന്ന് പറഞ്ഞാൽ അതില്ല എന്ന് BJP-ക്കാർക്ക് പോലും അഭിപ്രായം ഉണ്ടാവുകയില്ല. ഇനി അഭിലാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു പിന്നെ വെന്റിലേറ്ററിലുള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരു രോഗിയുടെ അവസ്ഥയിലാണ്. ഒരു ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ സിലിണ്ടർ കഴിഞ്ഞാൽ വീണ്ടും ശ്വാസം മുട്ടാൻ തുടങ്ങും. ഇതൊക്കെ താൽക്കാലികമായ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ചെറിയ ഒരു ഉപാധി മാത്രമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും ഈ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. നമുക്കൊരു ധനകാര്യ മാനേജ്മെന്റ് വേണം, നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം വേണം, നമുക്കൊരു മിതവ്യയ ശീലം വേണം. നമ്മൾ ധൂർത്തിനെ പാടെ ഒഴിവാക്കണം. മുണ്ട് മുറുക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള വലിയൊരു യജ്ഞത്തിന് ഭരണ പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷം അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ യഥേഷ്ടം തങ്ങളുടെ ധൂർത്തുകൾ, തങ്ങളുടെ പാർട്ടി പ്രചരണ പരിപാടി വരെ ഇവിടെ സർക്കാരിൻ്റെ ചെലവിൽ അങ്ങ് തലപ്പാടിയിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് നടത്തി മുടിച്ച ഒരു സർക്കാർ ഇവിടെ വന്നിട്ട് കേന്ദ്രത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയത് കൊണ്ട് അവരുടെ കൈകൾ ശുദ്ധമാകില്ല. അവർക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആദ്യം മുണ്ട് മുറുക്കിയെടുത്ത് സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന് മുന്നിൽ നിന്നാൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ അവിടെ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് കേരളം മുഴുവൻ സഹകരിക്കും. പക്ഷെ നിങ്ങൾ ആ ദിശയിലല്ല പോകുന്നത്. ഇവിടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യവും GST കോമ്പൻസേഷന്റെ കാര്യവും GSDP-യുടെ നിശ്ചിത ശതമാനം ഓരോ സാമ്പത്തിക വർഷവും ലോൺ എടുക്കാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഓഫ് ബജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ വിഷയമുള്ളത്. കിഫ്ബി വഴി ഇവരെടുത്തിരുന്ന തുകകൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി എടുത്തിരുന്ന തുകകളൊക്കെ പൊതുകടത്തിന്റെ ഭാഗമാകുമ്പോൾ ഇവരുടെ കടമെടുപ്പ് പരിധി സ്വാഭാവികമായിട്ട് കുറഞ്ഞു. അത് ഇന്ത്യ മുഴുവൻ വന്നൊരു നിയമമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ആ പരിധിയിൽ പെടുന്നില്ല എന്ന ഒരു വിരോധാഭാസം കൂടി അവർ സ്വന്തമായിട്ട് വച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെ കേരള ഭരണങ്ങളുടെ ഈ ദുഷ്ചെയ്തികളുടെ എല്ലാ പരിണത ഫലങ്ങളും ഏറ്റുവാങ്ങുന്ന കേരളീയരോടുള്ള വലിയ അനുഭാവം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുകയാണ്. ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങ് നേരത്തെ ഈ ധനകാര്യ കമ്മീഷനെ ആണല്ലോ കോട്ട് ചെയ്തത്. കടമെടുപ്പ് സംബന്ധിച്ച് ധനകാര്യ കമ്മീഷന്റെ തന്നെ പോളിസിക്ക് അനുസൃതമായ തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.5%
എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് അത് പറഞ്ഞ് കോടതിയെ സമീപിക്കേണ്ട കാര്യം വരില്ലായിരുന്നു. അപ്പോൾ കേരളത്തിന് ധനകാര്യ കമ്മീഷൻ മാനദണ്ഡം അനുസരിച്ച് എടുക്കാൻ കഴിയുന്ന തുക തന്നെ സാങ്ഷനായി കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് കൺസെന്റ് കിട്ടിയില്ല എന്ന ഒന്നാമത്തെ കാര്യം. രണ്ട്, അങ്ങനെ കിട്ടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? താങ്കൾ തന്നെ നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തല്ലോ. രാജ DMKയുടെ നേതാവ് പറഞ്ഞത് ഇന്ത്യ ഒരു രാജ്യമല്ല, അതൊരു സബ് കോണ്ടിനെന്റ് ആണ് എന്നാണ്. കർണാടക കേരളത്തെ പോലെ സമരം നടത്തി. കർണാടകയിലൊക്കെ വലിയ തോതിൽ ഈ വിവേചനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. നോർത്ത് വേഴ്സസ് സൗത്ത് എന്നുള്ളത് നാഷണൽ മീഡിയയിലൊക്കെ വലിയ ഡിബേറ്റ് ആണ്. അങ്ങനെ ഈ രാജ്യത്തെ ഒരു ഭൂവിഭാഗം 3-4 സ്റ്റേറ്റുകൾ വരുന്ന സൗത്ത് ഇന്ത്യ ആകെ വിവേചനം നേരിടുന്നു, അതല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിടുന്നു എന്ന് വരുന്നത് ജനങ്ങൾക്ക് അന്യവൽക്കരണം തോന്നുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ലല്ലോ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നല്ലതല്ലല്ലോ. അപ്പൊ അങ്ങനെ തോന്നാതിരിക്കാനുള്ള ബാധ്യത ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഇപ്പൊ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഈ സബ്കാ എന്ന് പറയുന്നതിൽ സൗത്ത് ഇന്ത്യയിൽക്കാരായിട്ടുള്ള നമ്മളൊക്കെ ഉൾപ്പെടുമല്ലോ. അങ്ങനെ ഉൾപ്പെടുന്നു എന്നുള്ള തോന്നൽ ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാവണമല്ലോ. അപ്പോൾ വിവേചനം നേരിടുന്നു എന്ന തോന്നൽ ഒഴിവാക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം കേന്ദ്രം നിറവേറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചാൽ മതി. അഭിലാഷേ, ആദ്യം തന്നെ ഈ സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈ സമീപനത്തെ തന്നെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ വീണ്ടും വീണ്ടും സൗത്തും നോർത്തും തമ്മിലുള്ള വിഭജനം എന്ന് പറയുന്നത് ഒരു രാജ്യവിരുദ്ധ രാജ്യദ്രോഹപരമായ, ഇത് ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അങ്ങനെയുള്ള ഒരു നറേറ്റീവിനൊപ്പം നിൽക്കുന്ന ആളല്ല. എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കൾ ആ നെറേറ്റീവിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് ആഹ്ലാദകരമാണെങ്കിലും താങ്കളിത് പറഞ്ഞു. അതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതുമാത്രമല്ലല്ലോ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻ്റാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഇല്ല. ഭാരതം എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഇല്ല. എന്ന് പറഞ്ഞാൽ ഭാരതം 1947 ഉണ്ടായതാണ്. ആ 47 മുമ്പ് ഭാരതം ഉണ്ടായിരുന്നില്ല. ഭാരതം ഒരു രാജ്യമല്ല എന്നാണല്ലോ തമിഴ്നാട്ടിലെ ആളുകൾ പറഞ്ഞത്. അതിനെ അംഗീകരിക്കുന്നവരാണ് സമ്പത്ത്. അതിനെ അംഗീകരിക്കുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസ്. അല്ലെങ്കിൽ കോൺഗ്രസ് അതിനെ എതിർക്കേണ്ടതായിരുന്നു. കോൺഗ്രസ് എതിർത്തില്ല. ഏറ്റവും അപകടകരമായ, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത, നമ്മുടെ മനസ്സിൽ പോലും തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ താങ്കൾ പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ സമയത്ത് പറയുമ്പോൾ ഇടപെടല്ലേ പ്ലീസ്. അപ്പോൾ വാസ്തവത്തിൽ അത് ഏത് രീതിയിലുള്ള രാജ്യദ്രോഹപരമായ സമീപനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ മൗനം പാലിക്കുന്ന കക്ഷികളുണ്ട്, മൗനം പാലിക്കുന്ന നേതാക്കന്മാരുണ്ട്. ഈ ഏത് പാർട്ടിയുടെയും ഏറ്റവും ടോപ്പിലുള്ള നേതാവ് അതിനെതിരെ ശക്തിയുക്തം രംഗത്ത് വരണം. അത് പിൻവലിപ്പിക്കണം, അതിന് മാപ്പ് പറയിപ്പിക്കണം. അങ്ങനെ പറയുന്ന ആളുകളെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെയൊന്നും ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വക്താവ് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. സോണിയാഗാന്ധി പറഞ്ഞതും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാനത് വിഡ്രോ ചെയ്യാം. എന്തായാലും ഇന്ത്യയിലെ സമ്പത്തടക്കമുള്ള ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അത് കേട്ട് കയ്യടിച്ചു എന്നല്ലാതെ വേറെ ആരും അത് പ്രതികരിച്ചില്ല. അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ന് മാതൃഭൂമി ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ചോദ്യമുണ്ട്, അത് വേറൊരു ഭാഗത്താണ്. എൻ്റെ ചോദ്യം അഭിലാഷേ, നമുക്കൊരു നിയമമുണ്ട്. നമ്മൾ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. കറക്റ്റ്. നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊരു നിയമമില്ലേ സമ്പത്തെ? 2003 ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ഇല്ലേ? സമ്പത്തൊന്ന് പറ. ഫിസിക്കൽ മാനേജ്മെൻറ്റ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഒരു രാജ്യത്തിൻ്റെ GSDPയുടെ, ഒരു സംസ്ഥാനത്തിൻ്റെ GSDPയുടെ എത്ര ശതമാനം കടമെടുക്കാൻ കഴിയുക? 3%. ആ 3% എന്നുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ട കാലത്ത് 0.5% കൂട്ടി. ഇന്ന് കേരളത്തിൻ്റെ ആ രീതിയിലുള്ള കടമെടുപ്പ് അത് നിങ്ങൾ പറയും. അപ്പോൾ ആ ബജറ്റിൻ്റെ പുറമേ ഉള്ള കടമെടുപ്പ് ബജറ്റിൻ്റെ കടമെടുപ്പായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ഏതെങ്കിലും ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ ആരെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? എന്തായാലും ഓഡിറ്റർ ജനറൽ AG BJP കാരനൊന്നും അല്ലല്ലോ. അതൊരു ഭരണഘടനാ സ്ഥാപനമല്ലേ? ആ ഭരണഘടനാ സ്ഥാപനമല്ലേ ഇവിടെ വന്ന് പറഞ്ഞത് അത് ശരിയല്ലാന്ന്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 4.8 ഏതാണ്ട് 5% മുകളിൽ കടമെടുത്തിരിക്കുന്നു. സഞ്ചിത കടം. അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ, കടമെടുക്കുന്നത് ശരിയല്ല. പക്ഷെ ഇന്ന് കപിൽ സിബൽ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ.
ഇടപെടലേ കേരളം കടമെടുക്കുന്നതിൽ അങ്ങേക്ക് വ്യസനം. രാജ്യം ഇന്ത്യ ഓവർ ബോറോ 8 ലക്ഷം കോടിയുടെ ഓവർ ബോറോവിംഗ് ആണ്. ഈ പറഞ്ഞ കടപരിധിക്ക് മുകളിൽ അമിതമായി അധികമായി 8 ലക്ഷം കോടിയാണ് രാജ്യം കടമെടുത്തിരിക്കുന്നത്. ഇപ്പൊ കേന്ദ്രം വിട്ടാൽ ബർമുടയും നമ്മളിട്ടാ വള്ളി നിൽക്കുമെന്ന് പറയരുത്. ഞാനൊന്ന് പറഞ്ഞു തീർന്ന് ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. കേന്ദ്രമല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഇടയിൽ ഇടപെടല്ലേ പ്ലീസ്. കേന്ദ്രമല്ല കേരളം, കേരളം ഒരു സംസ്ഥാനമാണ്. കേരളം കടമെടുക്കുന്നത് ശമ്പളം കൊടുക്കാനാ, കേരളം കടമെടുക്കുന്നത് പെൻഷൻ കൊടുക്കാനാ, കേരളം കടമെടുക്കുന്നത് പലിശ കൊടുക്കാനാ. നിങ്ങളിവിടെ കേരളം കടമെടുത്തിട്ടൊരു വ്യവസായം കൊണ്ടുപോവാ. നിങ്ങളിവിടെ കേരളം കടമെടുത്തിട്ട് മൂലധനം, ക്യാപിറ്റൽ, കാപ്പെക്സ് അത് കൊണ്ടുവന്നിട്ട് അതിനകത്തുനിന്ന് 10 രൂപ ഈ രാജ്യത്തിന് കിട്ടാൻ വേണ്ടി നിങ്ങൾ കടമെടുക്കുക. അതാണോ കടം? കടം മേടിച്ച് ശമ്പളം കൊടുക്കുക, കടം മേടിച്ച് മൂലധന നിക്ഷേപത്തിന് വേണ്ടിയല്ല കേരളത്തിലെ കടമെന്നാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. എനിക്കൊരു ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ് സമയത്ത് നിർത്താൻ പറ്റില്ല. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങി പെട്ടെന്നൊരു ഇടവേള. ചർച്ച അവസാന മിനിറ്റിലാണ്. ഇവിടെ ശ്രീ എ സമ്പത്ത്, ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ പോയി നേടിയിരിക്കുന്നത് കടം എടുക്കാനുള്ള അനുമതിയാണ്. കുറച്ച് പൈസ കൂടി നമ്മൾ കടം മേടിക്കണം. ആ കടം മേടിച്ചു കഴിഞ്ഞാൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി എടുക്കുക എന്ന് പറയുന്നതും ഒരു ശരിയായ മോഡലല്ല, പ്രത്യേകിച്ച് അത് മൂലധന ചെലവുകൾക്കല്ലാതിരിക്കുമ്പോൾ. അഭിലാഷേ, ഇതിൽ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3) 293(4) പ്രകാരവും ഈ ഭരണഘടന അനുസരിച്ചുള്ള സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാദത്തമായ അധികാരാവകാശത്തിന്മേലുള്ള അതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്. കേരളത്തിന് യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന വായ്പാ അനുവാദത്തിൽ അതിലിപ്പോൾ നമ്മൾ ഈ 13,609 കോടി രൂപയല്ല, അത് വാസ്തവത്തിൽ 24,000 കോടി രൂപയ്ക്ക് അപ്പുറമുള്ളതിൻ്റെ ഒരു തർക്കമുണ്ട്. അതിലാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ഇത് വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് എല്ലാ വിഷയവും പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ധനകാര്യമന്ത്രിയുടെ തന്നെ ഇന്ന് വാർത്താക്കുറിപ്പ് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വായ്പാ അനുവാദങ്ങളിൽ ലഭിച്ചിട്ടുള്ള കുറവ് എന്നുള്ളത് 57,400 കോടി രൂപയുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ കമ്മി ഗ്രാൻഡിലെ കുറവ് 8,400 കോടി രൂപയുടേതാണ്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയപ്പോൾ ഉണ്ടായ കുറവ് 12,000 കോടി രൂപയുടേതാണ്. നികുതി വിഹിതം 3.58 എന്നുള്ള പെർസെൻറ്റേജിൽ നിന്നാണ് 1.9255% കുറഞ്ഞത്. അപ്പോൾ ഇത് കുറച്ചപ്പോൾ തന്നെ 18,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടാവുകയാണ്. പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ വായ്പാ അനുമതിയിൽ വന്ന കുറവ് 19,000 കോടി രൂപയുടേതാണ്. ഈ ഗ്രാൻറ്റുകളും അതുപോലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതങ്ങളുടെ കുടിശ്ശികയായി 7,000-ലധികം കോടി രൂപയുടെ ലഭിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കുള്ള വിഹിതമായി 1,100 കോടി രൂപ, ദുരിതാശ്വാസങ്ങൾക്കുള്ള വിഹിതം 139 കോടി രൂപ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി രൂപ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപ്പെക്സ് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് 3,000 കോടി രൂപ. ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിന് നൽകേണ്ടതാണ്. ഇതെല്ലാം തർക്ക വിഷയം തന്നെയാണ്. ഇത് നൽകാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 131 അനുസരിച്ച് എന്തായാലും ഈ ഡിസ്പ്യൂട്ട് 2 കോൺസ്റ്റിറ്റ്യൂഷണൽ എന്റിറ്റീസ് തമ്മിലുള്ള തർക്കമാണെന്ന് എന്തായാലും കോടതി തന്നെ പറഞ്ഞല്ലോ. സുപ്രീം കോടതി പരിഹരിക്കട്ടെ എന്ന് വിചാരിക്കാം. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.